അപ്പോൾ നമ്മുടെ അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത് നല്ലൊരു ഹാർഡ് ട്രെക്കിംഗ് തന്നെയാണ് കേട്ടോ. ഹാർഡ് ആൻഡ് അഡ്വഞ്ചറസ്. റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിസ്ക് ഉണ്ട്. കാട്ടിനകത്തോടെ കോട കയറി വരുന്നുണ്ടോ? എനിക്കൊന്ന് നമ്മൾ കയറി വരുന്നിടത്ത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് സ്ട്രെച്ച് ചെയ്താന്ന് തോന്നുന്നു കേട്ടോ ഈ കയറിട്ടേക്കുന്നത്. അങ്ങോട്ട് പോയപ്പോൾ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ, ഈ വഴിയുടെ ഒരു പ്രത്യേകത ഇഷ്ടം പോലെ വെള്ളച്ചാട്ടമാണ് കേട്ടോ. കോട മാറിയപ്പോൾ കിട്ടുന്ന വ്യൂ ഉണ്ടോ? ഒരു രക്ഷയില്ല. അപ്പോൾ ഇനി ഷൂവും ലീച്ച് സോക്സൊക്കെ അഴിച്ച് ബാഗിൽ കയറേണ്ടി വരും. മുട്ടപ്പം അല്ല കേട്ടോ, അതേ തുടക്കൊപ്പം വെള്ളം ഉണ്ടാണ്ടേ, ഉള്ളും നനഞ്ഞാൽ പുള്ളി പോകാൻ. അങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുക. വെറുതെ അല്ല അഗസ്ത്യാർകൂടം ടഫാണെന്ന് എല്ലാവരും പറയുന്നത്. നമ്മൾ ബോണക്കാട് വിതിരൂർ റൂട്ടിൽ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു അഗസ്ത്യാറിൻ്റെ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങി ഒന്ന് തൊഴുതിട്ടൊക്കെയാണ് സാധാരണ പോകാറ് കേട്ടോ. നമ്മൾ ബോണക്കാട് ടീ ഫാക്ടറിയുടെ അല്ലെങ്കിൽ പഴയ ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവിൻ്റെ അവിടെ എത്തി കേട്ടോ. ഇവിടുന്ന് ഇനിയിപ്പം ഇത്തിരി റോഡ് മോശമാണ്. ഇവിടുന്ന് നമുക്ക് ഒരു 2-3 കിലോമീറ്ററും കൂടെ പോയാലാണ് നമുക്ക് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും എൻട്രിയൊക്കെ അവിടെ എൻട്രൻസ് ഒക്കെ വരുന്നത്. നമ്മൾ കണ്ട ബോണക്കാട് ടീ എസ്റ്റേറ്റിൻ്റെ അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും വഴി പിന്നെ ടാറിംഗ് റോഡ് അവിടെ തീർന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് വഴി ഇത്തിരി മോശമാണ്. ഒരു 3 കിലോമീറ്ററോളം ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഓഫ് റോഡ്. അപ്പോൾ നമ്മൾ പേപ്പാറ വന്യജീവി സംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബോണക്കാട് എത്തി കേട്ടോ. അപ്പം അഗസ്ത്യാർകൂടത്തിൻ്റെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ബോണക്കാട് നിന്നാണ്. അതായത് കരമനയാണ് പേപ്പാറ ഡാമിൽ നിന്ന്, പേപ്പാറ ഡാമിൽ നിന്ന് അടുത്ത അരുവിക്കരയ്ക്ക് പോയി, അരുവിക്കര എന്നാണ് തിരുവനന്തപുരം ജില്ലയിലുള്ള തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള കുടിവെള്ളം. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ അപ്പം ഇത് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ പോകുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മുടെ ഇവിടെ ട്രക്കിങ്ങിൻ്റെ ഫോറസ്റ്റുകാരുടെ ബ്രീഫിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ട്രക്കിംഗ് മെല്ലെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് ഇനി 14ഓളം കിലോമീറ്റർ ഏകദേശം നമ്മൾ വൺ സൈഡ് നടന്നു പോകണം. അതിൽ ആദ്യത്തെ 8 കിലോമീറ്റർ കഴിഞ്ഞാൽ കുത്തനെ കയറ്റമാണെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ആദ്യത്തെ ചെറിയ സ്ട്രീം ക്രോസിങ് കിട്ടി കേട്ടോ. നമ്മളിപ്പോൾ ഒരു 2-2.5 കിലോമീറ്റർ നടന്നിട്ടുള്ളൂ കേട്ടോ. ശരിക്കും അടുത്തിപ്പോൾ തന്നെ ശരിക്കും ഇപ്പോൾ വലിയ ക്ലൈമ്പൊന്നും കിട്ടിയില്ല. ഇനി വലിയ കയറ്റം വരുന്നുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പം വലിയ കയറ്റം വരുമ്പോഴത്തേക്കും എന്താ അവസ്ഥ എന്ന് അറിയത്തില്ല. ഏതായാലും കണ്ടില്ലേ, ഫുള്ള് വേർത്തൊഴുകി ആകെ അവശതയായി. വെറുതെ അല്ല അഗസ്ത്യാർകൂടം ടഫാണെന്ന് എല്ലാവരും പറയുന്നത്. ഏകദേശം മുട്ടപ്പം വെള്ളമുണ്ട്, അതുകൊണ്ട് ഒഴുക്കുമുണ്ട്. കയറ് കെട്ടിയിട്ടുണ്ട്, എന്നാലും റിസ്ക് ഉണ്ട്. എനിക്ക് ഇനി ഷൂവും ലീച്ച് സോക്സൊക്കെ അഴിച്ച് ബാഗിൽ കയറേണ്ടി വരും. മുട്ടപ്പം അല്ല കേട്ടോ, അതേ തുടക്കൊപ്പം വെള്ളം ഉണ്ടാണ്ടേ, ഉള്ളും നനഞ്ഞാൽ പുള്ളി പോകാൻ. ട്രക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിറച്ചും പക്ഷികളുടെ സൗണ്ടാണേ. എത്ര അരുവി നമ്മൾ ക്രോസ് ചെയ്യുന്നതെന്ന് നോക്കി. നമ്മൾ മുന്നേ ആദ്യം ക്രോസ് ചെയ്ത് നനഞ്ഞിട്ട് ഡ്രസ്സല്ല സോക്സും ഷൂ ഒക്കെ അഴിച്ച് ക്രോസ് ചെയ്തത് കരമനയാറായിരുന്നു. ഇതിനി അട്ടയാറാണോ വേറെ ഏതാണ്ട് ഒരു 6 കൂടെ 3 ഉണ്ടെന്നാണ് പറഞ്ഞത്. ഉണ്ടോ ഇതിൻ്റെ ക്രോസിങ് ഒരു ഇച്ചിരി ടാസ്ക്കാണേ. നോക്കി മുകളിലത്തെ ആ കാണുന്ന ക്രോസിങ്, വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുകൂടെയുള്ള ക്രോസിങ് ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ താഴെ കൂടെ ഇറങ്ങിപ്പോന്നു. ഇവിടെ വലിയ പ്രശ്നമില്ല, ഇതിലെ വെള്ളം കുറവാണ്. അപ്പം താഴോട്ട് ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിനെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് കയറാം. അപ്പോൾ ഈ ആറിൻ്റെ പേരാണ് വാഴപ്പൈന്തിയാർ. വാഴപ്പൈന്തിയാർ എന്ന് പറയുന്ന ആറാണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് 3 പേരാണ് വന്നത്. മൊത്തം ഇത് 45 പേരുടെ വലിയൊരു ഗ്രൂപ്പാണ്. അതിൽ 3 പേര് ഞങ്ങൾ ഒരുമിച്ച് വന്നതാണ്. ഞാനും ഇത് ജോമോൻ, ഹായ്, ഇത് ബേസിൽ. അപ്പോൾ ചപ്പാത്തിയും ഗ്രീൻ പീസും ആണെന്ന് തോന്നുന്നത് കേട്ടോ നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ നമ്മൾ വാഴപ്പൈന്തിയാറിൽ നിന്ന് അവിടെ ഇരുന്ന് ലഞ്ചെല്ലാം കൂടെ കഴിച്ചിട്ട് ഇനിയിപ്പം മല കയറാൻ തുടങ്ങാൻ പോവുകയാണേ. നോക്കി അങ്ങനെ ഒടുവിൽ നമ്മൾ 3ാമത്തെ ആറ് അട്ടയാർ എത്തി കേട്ടോ. ഇതാണ് അട്ടയാറ്. എല്ലാ സ്ഥലത്തും ഇതേപോലെ ഓരോ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കാണാം കേട്ടോ. എനിക്ക് അട്ടയാറിൽ അട്ട മാത്രമേ ഉള്ളൂ അല്ലേ. ഒരു രക്ഷയില്ലാത്ത അട്ടയാണ് കേട്ടോ. മഴയില്ല, മഴയുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയാവും. അട്ടയാറ് ക്രോസിങ് ഇവിടെ എല്ലാം തെന്നിക്കിടക്കുവാണ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ലീച്ച് സോക്സ് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് അഴിച്ച് കൈ പിടിച്ചുകൊണ്ടാണ് ക്രോസിങ്. ക്ലൈമ്പിങ് അങ്ങനെ ഭീകര ക്ലൈമ്പിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ടും നമ്മൾ ഒരുപാട് ദൂരം നടന്നു വന്നതിൻ്റെ ക്ഷീണമുള്ളതുകൊണ്ടും ഉള്ള ബുദ്ധിമുട്ടാണ്. എനിക്ക് നടന്നു പോകുന്നതിനിടയ്ക്ക് പെട്ടെന്ന് കാട്ടിനകത്തോട്ട് നമ്മൾ പുൽമേടിയിൽ നിന്ന് കയറിയപ്പോഴത്തേക്കും നല്ല ഇരുട്ട്.
നമ്മൾ വീണ്ടും വേറൊരു മലയുടെ മുകളിലെത്തി. ഇങ്ങനെ ഒരു മല, വേറൊരെണ്ണം, അത് കഴിഞ്ഞ് വേറൊരെണ്ണം, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ സ്ട്രെച്ച് അത്യാവശ്യം കുത്തനെ കയറ്റമുണ്ട്. നമ്മൾ വന്നതിനകത്ത് നമുക്ക് മൊത്തം ഒരു 3-4 സ്ട്രെച്ചിൽ എങ്ങനെ കുത്തനെ കയറ്റമുള്ളൂ. അതിനിപ്പം ഇവിടുന്ന് 1 കിലോമീറ്ററും കൂടെ ഏകദേശം ബേസ് ക്യാമ്പിലേക്കെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല ക്ലൈമ്പിംഗ് ആണിത്. ലാസ്റ്റ് സ്ട്രെച്ച്, ബേസ് ക്യാമ്പിലേക്കുള്ള അവസാന സ്ട്രെച്ചാണിത്. ഹെവി ക്ലൈമ്പിങ്. നമ്മൾ ഓൾറെഡി 10-13 കിലോമീറ്റർ നടന്നും അടുത്ത് വീണ്ടും 1 കിലോമീറ്റർ നല്ല ക്ലൈമ്പ് കിട്ടുമ്പോൾ ഒടുവിൽ ഒരു ബോർഡ് കണ്ടു, അതിരുമല ക്യാമ്പ്. താഴെ അതെ, നേരത്തെ പോയ ആരോ വരച്ചിട്ടുണ്ട് നമുക്ക് വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ 11:30 ഇറങ്ങിയ ശേഷം നമ്മൾ ഇപ്പോൾ ടൈം ഏകദേശം 5:30, വൈകിട്ട് 5:30 നമ്മൾ ക്യാമ്പിലെത്തി. ഇതാ കാണുന്നത് ക്യാമ്പാണേ. ബേസ് ക്യാമ്പിലെത്തിയിട്ട് ഓരോ കട്ടൻ ചായ കുടിക്കും കേട്ടോ. ഈ കട്ടൻ ചായക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-14 കിലോമീറ്റർ രാവിലെ മുതൽ വൈകിട്ട് വരെ മല കയറി നടന്നിറങ്ങി വന്നിട്ട് കുടിക്കുന്ന കട്ടൻ ചായയാണ് ഇത്. ബേസ് ക്യാമ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അഗസ്ത്യാർകൂടം കാണാൻ പറ്റും കേട്ടോ. നേരെ ഓപ്പോസിറ്റ് കാണുന്ന യമണ്ടം മല, ഇതാണ് നമ്മൾ നാളെ കയറാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ, ഈ സൈഡ് സ്റ്റീപ്പായിട്ട് കൊക്കയാണ്, അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് കയറുന്നത്. വൈകിട്ടത്തെ ഡിന്നർ കഞ്ഞിയും പയറും അല്ലേ? അതെ, ചമ്മന്തി ഉണ്ട്, കഞ്ഞി പയർ, ചമ്മന്തി, പപ്പടം, അച്ചാറും ഉണ്ട്. അച്ചാർ. അതെ, ഉണ്ടോ രാത്രിയിൽ ഇവിടെ കുറേ ആൾക്കൂട്ടം കണ്ടോ? ഇതാണ് നമ്മുടെ അഗസ്ത്യാർകൂടത്തിൻ്റെ ബേസ് ക്യാമ്പിലെ റേഞ്ച് മൂല. ഇവിടെ മാത്രം ഒരു ശകലം റേഞ്ച് കാറ്റടിക്കുമ്പോൾ വന്നു. അപ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റ് മല കയറാനുള്ളതാണ്. അപ്പോൾ ഇന്ന് രാത്രി ഇനി വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. രാവിലെ ഇതുണ്ടല്ലേ, എല്ലാവരും എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ചായ കുടി കാപ്പിടിയൊക്കെ തുടങ്ങുന്നുള്ളൂ. ചായ, രാവിലത്തെ കട്ടൻ ചായയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല കേട്ടോ. അമ്മാതിരി തണുപ്പത്ത് ചൂട് ചായ. എനിക്ക് അഗസ്ത്യാർകൂടത്തിൻ്റെ മണ്ടൽ മുഴുവൻ കോട മൂടി കിടക്കുകയാണേ. അതിനിപ്പുറത്തെ ഈ ഒരു ചെറിയ പാറലില്ല, പക്ഷെ അതിനപ്പുറത്ത് കണ്ടോ വേറെ ഒരെണ്ണം, അതിൽ ഫുള്ള് വീണ്ടും കോടയാണ് കേട്ടോ. അതിനൊരു 3-4 ലെയർ ഉള്ളതുപോലെ തോന്നുന്നു എനിക്ക്, ശരിക്കും ഉള്ളതാണേ. അപ്പോൾ നമ്മൾ രാവിലെ ബേസ് ക്യാമ്പിൽ നിന്ന് അഗസ്ത്യാർകൂടം ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഹറിബറിയിൽ നിന്ന് കഴിച്ചുകൊണ്ട് എടുക്കാൻ പറ്റില്ല, എടുക്കാൻ മാത്രം ഒന്നും ഉണ്ടായില്ല. ഉപ്പുമാവായിരുന്നു, ഉപ്പുമാവും പപ്പടും അല്ലേ. അപ്പോൾ അത് കഴിച്ച് ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് ചപ്പാത്തിയും ഉള്ളിക്കറിയും സവാളക്കറിയും കൂടെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ലീച്ച് ചെയ്യുന്ന പരിപാടി, അട്ട ചെയ്യുന്ന പരിപാടി. ഇലയിലൊക്കെ എഴുന്നേറ്റ് ഇതുപോലെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ആരെങ്കിലും നടന്നു വരികയാണെങ്കിൽ ചാടി പിടിക്കും. ഈ ഇല മുഴുവൻ അതെ കേട്ടോ, ഈ ഇലയല്ല, ഈ പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. നല്ല കുത്തനെ കയറ്റമാണേ. ഇതുപോലെ സ്റ്റെപ്പായിട്ട് ഇപ്പം തന്നെ എത്ര സ്റ്റെപ്പ് കയറി നടത്തില്ല, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങോട്ട് മുഴുവൻ ഇതുപോലത്തെ കയറ്റങ്ങളും പാറകളും ഒക്കെ തന്നെയാണ്. പിന്നെ ഗോൾഡൻ കളർ ഒരുപാട് സ്പീഷീസ് ഉണ്ട്. ഇൻഡോസിൽ വരാന, ശ്രീനി, ഇൻഡോസിൽ വരാന, മാഗ്ന. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇഷ്ടംപോലെ കാട്ടരുവികളുണ്ട്. നല്ല ശുദ്ധമായ വെള്ളമാണ്. പ്രത്യേകിച്ച് അഗസ്ത്യാർകൂടത്തിൽ നിന്ന് ഒഴുകി വരുന്നതായതുകൊണ്ട് തന്നെ ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള വെള്ളമാണ്. അപ്പോൾ നമ്മൾ വെള്ളം ചുമന്നുകൊണ്ട് വരണമെന്നില്ല. ഇവിടെ ഗൈഡുമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് കുറച്ചങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പാറയാണ്, കിട്ടത്തില്ല. നമ്മൾ കയറി ഇത്ര എത്തി. എനിക്ക് തോന്നുന്ന ഒരു 1 കിലോമീറ്റർ വെച്ചാൽ 1.5 കിലോമീറ്റർ ആ മുകളിൽ കാണുന്നില്ലേ, അതിൻ്റെ മണ്ടയ്ക്ക് കയറണം നമുക്ക്. അതാണ് അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പ്. നമ്മൾ കയറിയിട്ട് ഒരു ചെറിയ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ടേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കയറി വന്ന നമ്മുടെ ക്യാമ്പ് ഷെഡ് കാണാൻ പറ്റും. ഇതുകൊണ്ടോ അങ്ങ് ദൂരെ ഈ കാണുന്നത് നമ്മുടെ ക്യാമ്പ് ഷെഡാണേ. എനിക്ക് എന്നാ ഭംഗിയുള്ള സ്ഥലങ്ങളാണെന്ന് നോക്കി. ഇതൊരു 2 മിനിറ്റ്സ് ബ്രേക്ക് മാത്രമാണ്. ഇനി വീണ്ടും നമ്മൾ തിരിച്ച് കയറാൻ തുടങ്ങുകയാണ്. അടിപൊളി. അപ്പോൾ കുറച്ചൊക്കെ നടക്കാനും കയറാനൊക്കെ പറ്റുന്നവർ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്തിരിക്കേണ്ട സ്ഥലമാണ് കേട്ടോ അഗസ്ത്യാർകൂടം. അപ്പോൾ നമ്മൾ ക്ലൈംബ് ചെയ്തൊരു പാറ കിട്ടിയപ്പോൾ നമ്മൾ ഇരിക്കുവാണ്. എനിക്ക് തോന്നുന്നത് ആ ഫ്രണ്ടിൽ കാണുന്ന അതായിരിക്കണം നമുക്ക് കയറേണ്ട അഗസ്ത്യാർകൂടം, അഗസ്ത്യൻ. അപ്പോൾ
നല്ലൊരു പാറ. ഇവിടെയൊക്കെ വെള്ളം കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മുന്നേ ഇറങ്ങിയപ്പം പറഞ്ഞത് വെള്ളം ചുമന്നുകൊണ്ട് വരേണ്ടതെന്ന്. നല്ല അരുവിയുണ്ട്, അതിൻ്റെ മുകളിൽ നോക്കി എടുത്താൽ മതി ആൾക്കാർ ഇറങ്ങാതെ. നോക്കി അപ്പുറത്തെ മലയിൽ കൂടെ കോടയടിച്ച് കയറി പോകുന്നത്. ഓ, ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല. ആദ്യം കയറിയപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പിന്നെ അതങ്ങ് ശീലമായി. പിന്നെ കയറി ഇവിടം വരെ എത്തി, വലിയ കുഴപ്പമില്ല. ഇത് അങ്ങോട്ടേക്ക് മല കണ്ട മുമ്പേ കണ്ട മല ഇപ്പോൾ കാണിച്ചു തരാവേ. ഫുള്ള് കോട കയറി മൂടിക്കൊണ്ടിരിക്കുന്നുണ്ടോ നോക്കി. ഇപ്പം ഞാൻ കാണിച്ചു തന്നല്ലേ ഉള്ളൂ, ആ മല കാണുന്നില്ല, കോട കയറി മൂടി. ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഒരു ഇത്. ഇതേപോലെ തന്നെയാണ് മഴയും. പെട്ടെന്ന് മഴ വരും, പെട്ടെന്ന് വെയിൽ വരും, പെട്ടെന്ന് കോട കയറും. ഒടുവിൽ നമ്മൾ ഇരുന്ന സ്ഥലത്ത് മുഴുവൻ കോട അതുകൊണ്ടോ ഇപ്പം വന്നപ്പോൾ ഫുള്ള് തെളിഞ്ഞ് കിടന്നതല്ലേ നോക്കി. മൊത്തം കോട കയറി. മുകളിൽ അഗസ്ത്യാർ കോട എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു തന്നില്ല, അത് അതാണ് ആ വെളുത്ത് നിരത്തി കാണുന്നത്. അതുണ്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്ട്രെച്ച് കയറാൻ വേണ്ടി പോവാണ്, റെസ്റ്റ് എടുത്ത ശേഷം. ഇത്രയും കയറിയിട്ടും അഗസ്ത്യാർ കൂടെ ഇനിയും നമ്മളെ ഹൈറ്റിൽ നിന്ന് നോക്കിച്ചിരിക്കുകയാണ്. നമ്മൾ ഇനിയും കയറാനുണ്ട് ഒരുപാട്. ഇത് കയറ്റം ഇപ്പം തീരുന്നൊരു പ്രതീതി തന്നു, പക്ഷെ തീരുന്നില്ല കേട്ടോ. കയറ്റം തീരുന്നില്ല, കയറിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഇറങ്ങിയത് ഏകദേശം ഒരു 8:45 സമയത്താണ്. ഇപ്പം 11:45 ആയിട്ടുണ്ട്. 3 മണിക്കൂറായിട്ട് നമ്മൾ കണ്ടിന്യൂസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ തുടക്കത്തിലെ ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ മൈലേജിനൊരു പ്രശ്നമില്ല, കയറുന്നുണ്ട്. വലിയ മടുപ്പില്ല. ഇടയ്ക്ക് കുത്തനെ കയറ്റം കയറുമ്പോൾ ഒന്ന് ജസ്റ്റ് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കയറാനുള്ള എനർജിയായി. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ സ്നാക്സൊക്കെ കൊണ്ടുവരും, അതായത് ചോക്ലേറ്റോ അല്ലെങ്കിൽ കടലമിഠായിയോ എന്ന് വെച്ചാൽ കപ്പലണ്ടി മിഠായി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് എനർജി കിട്ടും, പെട്ടെന്ന് കഴിച്ചിട്ട് റെസ്റ്റ് എടുത്ത് കയറാൻ വേണ്ടിയിട്ട്. വെള്ളം ഒരുപാട് കുടിക്കരുത്, എന്നാൽ വേണം താനും. നല്ല ക്ലൈംബ് തുടങ്ങിയിട്ടുണ്ട്, അതും നല്ല തെനലുള്ള പാറ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തുടക്കമായിട്ടുള്ളതാണ്. ഉണ്ടോ ഈ ഭാഗത്ത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ നല്ല ഹെവി ക്ലൈംബിങ് തുടങ്ങിയിട്ടുണ്ട്. എന്താണോ ദേ കയറുകളൊക്കെ പിടിച്ച് കയറേണ്ട സ്ഥലങ്ങളുണ്ട്. എങ്ങനെയുണ്ട് ക്ലൈംബ് ചെയ്യാൻ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, അടിപൊളി അല്ലേ? പ്രതീക്ഷേനെക്കാട്ടിലും സംഭവം രസമുണ്ടല്ലേ? രസമുണ്ട്. മുമ്പോട്ടുള്ള പാറ കാണുമ്പോൾ അതിലും രസമുണ്ട്. അതെ, മുകളിൽ അതൊക്കെ കയറാനുള്ളതാണെന്ന് അറിയുമ്പോഴാണ് രസം കൂടുന്നത് അല്ലേ? അതെ. നമ്മൾ ഏകദേശം അഗസ്ത്യൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്ലൈമ്പാണ് കേട്ടോ. ഇവിടെ കുറച്ച് ദൂരം ഉരുളം കല്ല്, എനിക്ക് അങ്ങനെ തോട്ടിൽ കൂടെ വെള്ളം വരുന്ന സ്ഥലത്തൂടെയാണ് കയറി പോകുന്നത്. മുകളിലൊരു ടോപ്പ് കാണുന്നുണ്ട്. മുന്നേ ഞങ്ങൾ പറഞ്ഞ പോലെ അതിന് മേളിൽ വേറെ ടോപ്പ് ഉണ്ടോയെന്നറിയില്ല. ഈ കയറി പോകുന്ന ചേട്ടൻ ഇവിടെ 3-4 പ്രാവശ്യം കയറിയിട്ടുണ്ട്. ചേട്ടൻ പറയുന്ന പ്രകാരം നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ട്രെച്ചാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ കുറച്ച് കയറ് കിട്ടിയ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ കയറുന്ന ഭാഗമാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കയറ്റം അല്ലേ? ചേട്ടൻ്റെ പേരും കൂടെ ഒന്ന് പറഞ്ഞേ കേട്ടാ. ജയദേവൻ. പക്ഷേ നമ്മുടെ പേരും കൂടെ അനൂപ്. അപ്പോൾ കയറിക്ക് വന്നാൽ പിന്നെ നമ്മൾ ബാലൻസ് ഇങ്ങോട്ട് സൈഡിനോട്ടാവും. കയറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ദേ കിടക്കണം പാറ. അപ്പോൾ ക്ലൈമാക്സ് സീനിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവമേ, വലിയ കൊക്ക. ഇവിടെ ഇച്ചിരി നേരം ഇരുന്നിട്ട് കയറുന്നതായിരിക്കും ബുദ്ധി അല്ലേ? കോട മാറിയപ്പം കിട്ടുന്ന വ്യൂ കണ്ടോ? ഒരു രക്ഷയില്ല. കോട കയറി വരുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന്. ഈ പാറം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഓൾമോസ്റ്റ് എത്തിയെന്ന് തോന്നുന്നു. തെന്നി നിർത്തി ചവിട്ടില്ല കേട്ടോ. ഉണ്ടോ നോക്കി നിൽക്കുന്ന നേരം കൊണ്ട് കോട കയറി മൂടുന്നുണ്ടോ? ഇപ്പോൾ താഴെ നമ്മൾ കയറി വന്ന സ്ഥലവും മലയൊക്കെ ഞാൻ കാണിച്ചു തന്നല്ലേ, മൊത്തം കോട കയറിപ്പോയി. നമ്മൾ 1-2 വലിയ ക്ലൈംബ് കഴിഞ്ഞ ശേഷം ചെറിയ റെസ്റ്റ് എടുത്തു. ഇനി അടുത്ത വലിയ ക്ലൈംബ് കിടക്കുന്നുള്ളൂ കേട്ടോ. ഇത് പാറയെ കൂടെ ശരിക്കും പറഞ്ഞാൽ കയറിയിട്ടുണ്ട്, വലിഞ്ഞ് തന്നെ കയറണം. നോക്കി മൊത്തം കോട കയറി. നോക്കി നേരം കൊണ്ട് മൊത്തം തെളിഞ്ഞു കിടന്ന സ്ഥലമായിരുന്നു. നോക്കി എത്ര പെട്ടെന്നാണ് കോട കയറിയത്. എനിക്കൊന്ന് നമ്മൾ കയറി വരുന്നിടത്ത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് സ്ട്രെച്ച് ചെയ്താന്ന് തോന്നുന്നു കേട്ടോ ഈ കയറിട്ടേക്കുന്നത്. ഓക്കെ, നല്ല അത്യാവശ്യം നല്ല ക്ലൈമ്പുണ്ട്. കോട കയറുന്നുണ്ടോ? പൊളി പൊളി പൊളി. ഫുള്ള് കോടയങ്ങ് പോകുന്നു.
കരടി കാണും കേട്ടോ, നോക്കണേ. എനിക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുന്നുണ്ട് തന്നെ അങ്ങനെ ടോപ്പിലെത്തി നമ്മൾ ഓരോ കയറ്റം കഴിയുമ്പോഴും വിചാരിക്കും എന്നാൽ എത്തിയിട്ടില്ല. ഇതേ ഇനിയും കിടക്കണം. ഇല്ല അതിലുണ്ടല്ലോ. കാട്ടിനകത്തോടെ കോട കയറി വരുന്നുണ്ടോ? നല്ല കയറ്റം കയറി ഇവിടെ എത്തിയപ്പോൾ ഇച്ചിരി വെട്ടം കാണുന്നുണ്ട്. നോക്കാൻ എന്താ അവസ്ഥ. മുകളിലേ പാറയൊക്കെ തീർന്നു വിചാരിച്ചപ്പോൾ ഇതൊരു യമണ്ടൻ പാറയും കൂടെ. Come on, Jansi, last leg. അങ്ങനെ അവസാനത്തെ സ്ട്രെച്ച് പാറയും കയറിയിട്ട് നമ്മൾ അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിലെത്തി. ഇതേ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് കേട്ടോ. നമ്മൾ താഴെ ക്യാമ്പ് സൈറ്റിൽ നിന്നിട്ട് കാണിച്ചു തന്നില്ലേ നല്ല ഹൈറ്റിലൊരു സാധനം, അതിൻ്റെ മണ്ടയ്ക്ക് നമ്മളെത്തി. അങ്ങനെ നമ്മൾ അഗസ്ത്യാർകൂടം കീഴടക്കി. കാര്യം നമ്മളിതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയെങ്കിലും ഇതുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ നമുക്ക് മിസ്സായി. കാരണം ഫുള്ള് കോടയാണ്. ഒരു കാറ്റിന് അങ്ങനെ ഇനി കോട ഇറങ്ങി ക്ലിയർ ആവുമെന്ന് നോക്കാം. തൽക്കാലം വൈറ്റ് നിറം മാത്രമേ ഉള്ളൂ ചുറ്റും. നമുക്ക് ഇതിന് മേളിൽ കയറിയിട്ട് ഇത്രയും മടുത്ത ശേഷം എന്ത് കിട്ടിയാലും ഇപ്പം ലഞ്ചാണ്. നമ്മൾ രാവിലെ എടുത്ത ചപ്പാത്തിയും കറിയാണ് കേട്ടോ, ഉള്ളിക്കറിയും കഴിക്കുകയാണ്. എനിക്ക് മേളിൽ കയറി എന്ത് കഴിച്ചാലും ടേസ്റ്റാണ് ഇത്രയും മടുത്ത ശേഷം. ഇവിടെ ഒരു 1-2 പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ ശബരിമലയൊക്കെ കയറുന്ന പോലെ ഇവിടെ കയറി വന്ന് പൂജയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം ഞങ്ങൾ വരുന്നതിന് മുന്നേ ഒരു ടീം അപ്പം പൂജയൊക്കെ കഴിഞ്ഞ് പോയതുള്ളതുകൊണ്ടോ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് മാത്രം പൂജയിലല്ല. പൂജ മീൻസ് ഇത് അവർ തന്നെ ഏതാണ്ടൊക്കെ ചെയ്യാറില്ലേ? വേറെ സ്പെഷ്യൽ പൂജകളൊന്നുമില്ല. അവർ വന്നിട്ടുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഉള്ളതെന്നാണ് പറഞ്ഞത്. ഉണ്ടോ അഗസ്ത്യൻ്റെ ഒരു ഇതൊക്കെ വെച്ചേക്കുന്നത്. അഗസ്ത്യർകൂടത്തിൻ്റെ മണ്ടയ്ക്കുന്ന അപ്പം ലഞ്ചെല്ലാം കഴിഞ്ഞ് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങുവാണേ. ഇനി ഇറക്കമായിരിക്കും മിക്കവാറും കയറ്റത്തെക്കാട്ടിലും ബുദ്ധിമുട്ടെന്ന് തോന്നുന്നു. കാരണം നല്ല സ്റ്റീപ്പാണ് ചില സ്ഥലത്തൊക്കെ, നല്ല തെന്നലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇരുന്നൊക്കെ നിരങ്ങിയൊക്കെ വേണം ഇറങ്ങുന്നത് വേണ്ടില്ലേ. നമ്മൾ തിരിച്ച് ഇറങ്ങി കേട്ടോ. ഒരു പാറയിൽ കൂടെ കയറ് പിടിച്ചിറങ്ങുന്ന സ്ഥലം നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത 1-2 പാറയും കൂടെ ഉണ്ട് കയറ് കെട്ടി ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. പ്രശ്നം എന്ന് വെച്ചാൽ ഇറങ്ങുമ്പോൾ നമുക്ക് സ്പീഡിൽ ഇറങ്ങാൻ പറ്റും, എളുപ്പമാണെന്ന് വെച്ചാൽ മടുക്കത്തില്ല. പക്ഷെ റിസ്ക് കൂടുതൽ ഇറങ്ങുമ്പോഴാണ് വീഴാനുള്ളതും തെന്നി വീഴാനുള്ളതും ഒക്കെ. കയറുമ്പോൾ മടുക്കുന്നേ ഉള്ളൂ, പക്ഷെ റിസ്ക് കുറവാണ്. നമുക്ക് 2 സൈഡിൽ നിന്നും കാടിൻ്റെ ആ ഭാഗത്തേക്ക് കോട കയറി വരുന്നുണ്ടോ. 2 സൈഡിൽ നിന്നും ജോമോനും ബേസിനും കൂടെ ഇത് ഇറങ്ങി വരുന്നുണ്ടോ. ഇങ്ങനെയാണ് ഇത് കയറി ഇറങ്ങുകയും ചെയ്യുന്നത് കേട്ടോ. റിസ്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ റിസ്ക് ഉണ്ട്. എന്നാൽ പേടി കൂടാതെ ഇങ്ങ് പോന്നു കഴിഞ്ഞാൽ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ, നല്ല ശ്രദ്ധ വേണം. നോക്കി ഇതിനിടയ്ക്കൂടെ നമുക്ക് എന്തുമാത്രം താഴോട്ട് ഇറങ്ങണം എന്ന് നോക്കി. കുറച്ച് പേർ ഓൾറെഡി ഇറങ്ങി, ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. കയറ് പിടിച്ച് അല്ല സൈഡിൽ പിടിച്ച് കയറണം എന്നുണ്ടോ. നല്ല തെന്നലുള്ള സ്ഥലമാണ്, നല്ല ഇറക്കവും വലിയ പാറയും അതുകൊണ്ട് ഇതിനിടയ്ക്കൂടെ താഴേക്ക് നോക്കി അറിയാം ഹൈറ്റ്. നമ്മൾ കയറി വന്നത് അങ്ങ് താഴെ കണ്ടോ, കോടയിൽ മൂടിക്കിടക്കാണ് നമ്മൾ കയറി വന്ന സ്ഥലങ്ങളൊക്കെ. ഭയങ്കര ഹൈറ്റിലാട്ടോ, 6000 സംതിങ് അടി ഉയരത്തിലല്ലേ. ഞാൻ മുന്നേ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ രാഹുൽ ചേട്ടനെ പരിചയപ്പെടുത്തല്ലോ. പുള്ളിയുടെ ട്രക്കിംഗ് ഗ്രൂപ്പ് വഴിയാണ് ഞാൻ ട്രക്കിങ്ങിന് വന്നതെന്ന് പറഞ്ഞില്ലേ. അതുപോലെ തന്നെ രാഹുൽ ചേട്ടനും വേറൊരാളും കൂടെ ഈ നിൽക്കുന്ന ആൾ രാകേഷ് ചേട്ടൻ. അപ്പോൾ ഇവർ 2 പേരും കൂടിയാണ് ആക്ച്വലി ഇത് നടത്തിയത്. പുള്ളിയുടെ കൊടുത്തു നിന്നും ഒരു ടീമുണ്ട്, അപ്പോൾ അവർ കോർഡിനേറ്റ് ചെയ്ത് ആണ് ഇത് സംഭവം നടത്തിയത് കേട്ടോ. അപ്പോൾ രാകേഷ് ചേട്ടനും ഇതുപോലെ ട്രിപ്പും പിന്നെ ട്രക്കിങ്ങുകളും ഒക്കെ നടത്തുന്നതാണ്. അപ്പോൾ രാകേഷ് ചേട്ടൻ്റെ നമ്പറും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലത്തെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ അടുത്ത പ്രോഗ്രാമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. നോക്കി കള്ളിമുൾ ചെടി, കാക്ടസ്, അതിൻ്റെ ഇതുണ്ടോ, അതിൻ്റെ താഴ്ത്തണ്ട് നോക്കി നല്ല കനത്തിലാണെന്ന് വെച്ചാൽ ഇതെല്ലാം ഇവിടുത്തെ ബോൺസൈ ടൈപ്പ് ആയതുകൊണ്ട് ഒരുപാട് വർഷങ്ങൾ പഴയതാവാനുള്ള സാധ്യതയുണ്ട്.
ഇങ്ങനെ നമ്മൾ കയറി വരുന്ന സ്ഥലം നോക്കി ഫുള്ള് കോടയിലാണ് ഇപ്പോൾ താഴെയുള്ളത്. ഇവിടെയും ഇപ്പോഴും നല്ല തണുപ്പാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോടയടിച്ച് കയറി പോകുന്നതുകൊണ്ട്. ആ തണുക്കുന്നു. ഈ കോടയടിച്ച് കയറിയൊക്കെ നോക്കി ചുറ്റും വെള്ളം നിറം മാത്രമേ കാണത്തുള്ളേ. ഫുൾ കോടയും നല്ല നല്ല തണുത്ത കാറ്റും ഉണ്ടോ. ചുറ്റും കനത്ത കോട കാരണം നമ്മൾ ചുറ്റുപാടുള്ള കാഴ്ചകളൊന്നും കാണത്തില്ല. പക്ഷെ എന്നാലും കോടയുടെ ആംബിയൻസ് ഒന്ന് വേറെ തന്നെ കേട്ടോ, ഒന്നും പറയാനില്ല. മഞ്ഞക്കകത്ത് മഞ്ഞിനകത്ത് മഞ്ഞനായിട്ട് കോട പറന്നിറങ്ങാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടല്ലോ. അതോ ഇങ്ങോട്ട് നോക്കൂ, ഉണ്ട് ആ മലയുടെ ആ സൈഡ് ഇപ്പം മൂടുവേ. ഇത്ര നേരം മുകളിൽ ടൈം ലാപ്സ് ഒക്കെ ഇട്ട് നോക്കിയിരിക്കുമായിരുന്നു ഇവർ. അതിൻ്റെ ആവശ്യമില്ലാതെ തന്നെ കോട കയറുന്നുണ്ടാവും. ഉണ്ടോ, അവിടെ കയറുന്ന പോലെ തന്നെ നമ്മൾ നിന്നിടത്തും അടിച്ച് കോട കയറുന്നുണ്ടോ. ഓ, ഇവിടുത്തെ ക്ലൈമറ്റ് ഇതാണ് കേട്ടോ. ഇങ്ങനെ നോക്കി നിൽക്കുമ്പം ദേ അവരെ കാണുന്നില്ല, അതുപോലെ മഞ്ഞ് കയറും, അതുപോലെ മഴ പെയ്യാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കയറിപ്പോയപ്പോഴത്തേക്കാട്ടും എന്നെ സെറ്റപ്പായിട്ട് കോട കയറി വരുന്നതെന്ന് അങ്ങനെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുക. നമ്മളപ്പം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടെറൈനൊക്കെ കഴിഞ്ഞിട്ട് നിരപ്പുള്ള സ്ഥലത്തേക്ക് എത്തി. ഇനി അധികം ദൂരമില്ല നമ്മുടെ ക്യാമ്പിലേക്ക്. അപ്പം നമ്മൾ അഗസ്ത്യാർകൂടം കീഴടക്കി വിജയകരമായി തിരിച്ചെത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഒടുവിലിത് നമ്മൾ തിരിച്ച് നമ്മുടെ ബേസ് ക്യാമ്പിലെത്തി കേട്ടോ. അങ്ങനെ അഗസ്ത്യാർകൂടത്തിൻ്റെ മണ്ടയിൽ നിന്ന് നമ്മൾ താഴെ ഇറങ്ങി തിരിച്ച് ബേസ് ക്യാമ്പിലെത്തി. അപ്പോൾ ഇന്ന് നമ്മൾ 3 ദിവസത്തെ പരിപാടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതായത് 2 നൈറ്റ് സ്റ്റേ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ തിരിച്ചിറങ്ങുന്നുള്ളൂ കേട്ടോ. നമ്മൾ ട്രക്കിങ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇത് ചായ, കട്ടൻ ചായ, അതുപോലെ ബജി, ഇത് കൂടാതെ ചായ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ചോറുണ്ടായിരുന്നു കേട്ടോ. ഇത് ലാവിഷ്, നമ്മുടെ മുന്നത്തെ ഭക്ഷണമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ലാവിഷ് സംഭവം. കറി എന്നാണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഏതാണ്ടൊക്കെ സോയാബീൻ, കാബേജ്, അച്ചാറ്, ചോറ്, സാമ്പാർ. ഓ ലാവിഷ് എൻ്റെ പൊന്നെ. വേറെ ഉണ്ടോ? രസമുണ്ട്, പൊളിച്ചു. എന്നാൽ പിന്നെ ചായ കൂടി പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് ചോറുണ്ട് കളയാം. ഇവിടെ ക്യാമ്പ് ഫയറിനുള്ള പരിപാടിയാണ്. വിറക് നനഞ്ഞാണ്, കൊണ്ട് കുറേ സമയമായിട്ട് കത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുള്ളൂ. കത്തിയാൻ നോക്കിയിട്ട് വരാം നമുക്ക്. കത്തിയല്ലേ? ഇതപ്പം നമ്മുടെ സെക്കൻഡ് ഡേ കഞ്ഞിയും പയറും. അപ്പോൾ വൈകിട്ടത്തെ അത്താഴം പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇന്ന് വേറെ പരിപാടികളൊന്നുമില്ല. നോക്കി അതിൻ്റെ താഴ്ഭാഗം ഫുള്ള് കോടയിൽ മുങ്ങി, മുകളിലൊരു കുറച്ച് ഭാഗം മാത്രമേ കാണാനുള്ളൂ. ബാക്കി മുഴുവൻ വൈറ്റ് നിറം. നോക്ക്, നമ്മളിവിടെ ക്യാമ്പിന് ചുറ്റും ഇതുപോലെ വലിയ ട്രെഞ്ചുണ്ട് കേട്ടോ. എനിക്ക് കാരണം അങ്ങോട്ടേക്കൊക്കെ നല്ല കാടാണ്. അപ്പം ഇതൊരുപാട് ഉള്ളിലാണല്ലോ കാടിൻ്റെ. അപ്പം ഒത്തിരി ഉള്ളിലായതുകൊണ്ട് തന്നെ ആനിമൽസ് കാണാനുള്ള സാധ്യത നന്നായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമ്പിനോട് ചുറ്റും ഇതുപോലത്തെ വലിയ ട്രെഞ്ച് കുഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ ആ ഒരു കാര്യത്തിൽ കുഴപ്പമില്ല. ക്യാമ്പ് ഷെഡിൽ വളരെ പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ. ഇത് കേട്ടോ നമ്മുടെ ക്യാമ്പ് ഷെഡിൻ്റെ അകവശം. എനിക്ക് 3 റോയായിട്ട് മത്തി ടിക്കറ്റുകളാണ് ആൾക്കാർ കിടക്കണേ. അത്ര കൺജസ്റ്റഡാണ്. നമുക്കിതുപോലൊരു പായ മാത്രമേ ഇവിടെ കിട്ടത്തുള്ളൂ. നല്ല അന്യായ തണുപ്പുമാണ്. അപ്പം താഴെ എന്തെങ്കിലും തറയിൽ വിരിക്കാനോ അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ബാഗോ കൊണ്ടുവന്നില്ലെങ്കിൽ പുതപ്പ് മാത്രമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പെടും. അപ്പം നമ്മൾ ഇപ്പോൾ രാഹുൽ പാറയിലാണ് നിൽക്കുന്നത്. രാഹുൽ പാറയിൽ ഇത് രാഹുലിൻ്റെ കൂടെ ഈ പാറ വന്ന് പുള്ളി ഇങ്ങനെ കിടക്കുമെന്നാണ് പറഞ്ഞത് കേട്ടോ. മെയിൻ ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് വന്നിട്ട് വെറുതെ ഇവിടെ ഇത് അഗസ്ത്യനെ നോക്കി കിടക്കും. അപ്പം അങ്ങനെ വീണ പേരാണ് രാഹുൽ പാറ എന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ അഗസ്ത്യാർകൂടത്തിൽ വരുന്നവർ, ബേസ് ക്യാമ്പിൽ വരുന്നവർ അതിൻ്റെ തൊട്ടുപുറകിൽ ഇവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. രാഹുൽ പാറ ചോദിച്ചിട്ട് ഇവിടെ വന്ന് കാണുക കേട്ടോ. പുള്ളി എന്തുകൊണ്ടാണ് ഇവിടെ കിടക്കുന്നതെന്നൊക്കെ നമുക്കറിയാലോ. അപ്പോൾ ഇത് നമ്മൾ ബേസ് ക്യാമ്പിനോട് ഇവിടെ പറഞ്ഞിട്ട് ഏകദേശം 8:30 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? 8:40 ആയിട്ടുണ്ട്. ടാറ്റാ. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പം ബേസ് ക്യാമ്പിൽ നിന്ന് തിരിച്ച് ബോണക്കാടേക്കോട്ടുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇറങ്ങിയപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് മഴ തോളി. ജോമാൻ ഫുള്ള് റെയിൻകോട്ടൊക്കെ ഇട്ട് സെറ്റാണ്. അപ്പോൾ നമ്മുടെ അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത് നല്ലൊരു ഹാർഡ് ട്രെക്കിംഗ് തന്നെയാണ് കേട്ടോ. ഹാർഡ് ആൻഡ് അഡ്വഞ്ചറസ്. ഒട്ടും നടക്കാത്തവർ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് പാടുപെടും. കാരണം നമ്മൾ അറ്റ സ്ട്രെച്ച് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ബേസ് ക്യാമ്പ് വരെ
14 കിലോമീറ്റർ നമ്മൾ നടക്കുന്നുണ്ട്. അതിൽ അവസാന സ്ട്രെച്ച് എന്നൊക്കെ പറഞ്ഞാൽ നല്ല കയറ്റമാണ് കേട്ടോ. അപ്പോൾ അത് കൂടാതെ പിറ്റേ ദിവസം അന്നത്തെ ദിവസം അവിടെ റെസ്റ്റ് എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ കയറുന്ന 6 കിലോമീറ്ററാണ് നമുക്ക് 8 കിലോമീറ്ററിലാണ് നമുക്ക് അവിടുന്ന് മുകളിലേക്ക് കയറാനുള്ളത്, അഗസ്ത്യാർകൂടത്തിലേക്ക്. ആ 8 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു 6 കിലോമീറ്ററും ഭയങ്കര ഹൈക്കിങ്ങാണ്. അപ്പം നല്ല കുത്തനെ കയറ്റമാണ്, പാറക്കൂടെയൊക്കെ വലിഞ്ഞ് കയറണം കയറൊക്കെ ഇട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും. അതുകൊണ്ട് അത് നല്ല ഹെവി ട്രെക്കിംഗ് തന്നെയാണ്. അപ്പോൾ ഈ തലേദിവസം 14 കിലോമീറ്റർ നടന്ന ശേഷം ആണ് വന്നിട്ട് പിന്നെ ഈ 8 കിലോമീറ്റർ കയറ്റം എന്നുള്ളത് മറക്കരുത്. അത് കഴിഞ്ഞ് പിന്നെ ഈ 8 കിലോമീറ്റർ അന്നത്തെ ദിവസം തന്നെ നമ്മൾ തിരിച്ചിറങ്ങി വീണ്ടും ബേസ് ക്യാമ്പിൽ റെസ്റ്റ് എടുക്കുന്നു. പിന്നെ 14 കിലോമീറ്റർ തിരിച്ചും. അതുകൂടാതെ ഇതുപോലത്തെ വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ലൈറ്റായിട്ടുള്ള ലഗേജുകളെ കൊണ്ടുവരാവുള്ളൂ. വെയിറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പം നേരിട്ട് ഒരേ ഒരു പ്രശ്നം ഈ പുറത്തുള്ള വെയിറ്റ് ആയിരുന്നു. വെയിറ്റ് ഇത്തിരി കൂടിപ്പോയി, അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വെയിറ്റ് കുറച്ച് കൊണ്ടുവരിക, എന്നാൽ അവിടെ കിടക്കാൻ തണുപ്പും കാര്യങ്ങളും പ്രതിരോധിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാവുകയും വേണം. അപ്പോൾ നമ്മുടെ അഗസ്ത്യാർകൂടം ട്രെക്കിംഗ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഓൺലൈനാണ് ഇത്. സീസൺ ടൈമിൽ ഇത് ഓപ്പൺ ആവും. അപ്പോൾ ഓൺലൈൻ കുറച്ച് ദിവസങ്ങളിലേക്ക് ഓപ്പൺ ആവുള്ളൂ കേട്ടോ. ഒരു ജനുവരി മിഡോടുകൂടി സ്റ്റാർട്ട് ചെയ്ത് ശിവരാത്രിയോട് കൂടിയാണ് ഇത് തീരുന്നത്, ട്രെക്കിംഗ് ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഓൺലൈൻ ബുക്കിംഗ് ഇതിന് കുറച്ച് മുന്നേ ഓപ്പൺ ആവും. അപ്പോൾ അത് പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് വഴി അന്വേഷിച്ച് നോക്കിയിരുന്ന് എപ്പോഴാണ് ഓപ്പൺ ആകുമെന്ന് വെച്ചാൽ അന്നേരം ബുക്ക് ചെയ്യണം. ഇത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഓപ്പൺ ആകുന്ന സമയത്ത് തന്നെ ആ ദിവസം തന്നെ ഇത് തീരാറുണ്ട്. അപ്പം ഈ ഫുൾ ഡേയിലേക്കുള്ള ട്രെക്കിംഗ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ബുക്കിംഗ് ക്ലോസ് ആവാറുണ്ട്. അങ്ങനെ കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ സീസൺ ടൈമിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 1600 ഒക്കെയാണ് കഴിഞ്ഞ സീസണിലെ ചാർജ്. മിക്കവാറും കൂട്ടാറുണ്ട്. അപ്പോൾ പുതിയ സീസണിലെ ചാർജ് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ അത്രയേ വരുള്ളൂ. പക്ഷേ 2 ദിവസം കൊണ്ട് ഇത് കയറി തീർക്കണം. അതായത് ഇന്ന് കയറി ബേസ് ക്യാമ്പിൽ തങ്ങുവാണെങ്കിൽ നാളെ അഗസ്ത്യാർകൂടം കയറി അന്ന് തന്നെ തിരിച്ച് മൊത്തം താഴെ ഇറങ്ങണം. ബേസ് ക്യാമ്പ് ഇറങ്ങിയാൽ പോരാ, തിരിച്ച് വീട്ടിൽ ബോണക്കാട് വരെ ഇറങ്ങണം. അപ്പോൾ അത് ഇത്തിരി ഹാർഡായിരിക്കും. പിന്നെ കൂടുതലും തീർത്ഥാടനത്തെ ഉദ്ദേശിച്ചാണ് ഇത് തുറക്കുന്നത്. എന്നാലും ട്രക്കേഴ്സ് ഒത്തിരി വരാറുണ്ട് കേട്ടോ. അങ്ങനെ വരുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റ് ഈ ഓഫ് സീസൺ ബുക്ക് ചെയ്ത് വരുന്നതാണ്. കുറച്ച് ചാർജ് കൂടുതലാണ്. ഓൺലൈൻ ബുക്കിംഗ് ഇല്ല അതിന്. അത് തിരുവനന്തപുരം ഫോറസ്റ്റ് ഓഫീസിൽ ഡയറക്റ്റ് പോയി ബുക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ റേറ്റ് 3700 സംതിങ് ആണ്. അത് ഓരോ സീസണിലും കൂട്ടാറുണ്ട്. ഈ സീസണിലും അടുത്തിടയ്ക്ക് കൂട്ടിയതാണ്. അതിനകത്ത് നമുക്ക് 4 ടൈം ഫുഡുണ്ട്. പിന്നെ ഇത് കൂടാതെ ഈ എമൗണ്ട് കൂടാതെ തന്നെ ഗൈഡ് ഫീ അല്ലെങ്കിൽ നമ്മൾ ബാക്കി നേരത്തെ ഫുഡ് നമ്മൾ കൊണ്ടുപോയിട്ട് കുക്ക് ചെയ്യണം. അങ്ങനെ കോംപ്ലിക്കേഷനൊക്കെ ഉണ്ട്. പിന്നെ ഇത് ബുക്കിംഗ് അത്ര എളുപ്പമല്ല താനും. ഡേറ്റ് അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ പ്രശ്നമാണ്. പിന്നെ ക്ലൈമറ്റ്. അപ്പം നമ്മൾ ഈവൻ ബുക്ക് ചെയ്ത് ഡേറ്റ് എടുത്താൽ പോലും കാലാവസ്ഥയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ബുക്കിംഗ് ക്യാൻസലാവും. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ ക്യാൻസലാവുന്ന ബുക്കിംഗ് ആണെങ്കിൽ എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ എമൗണ്ട് കിട്ടില്ല. ഇനി ഗ്രൂപ്പായിട്ട് മാത്രമേ ഇത് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. മിനിമം 5 പേരുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ 10 പേരുടെ ഗ്രൂപ്പ് അങ്ങനെയൊക്കെ ഇത് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒത്തിരി കോംപ്ലിക്കേഷനൊക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലത്തെ നമ്മുടെ രാഹുൽ ഏട്ടൻ അല്ലെങ്കിൽ രാകേഷൊക്കെ നടത്തുന്ന പോലത്തെ ട്രാവൽ ഗ്രൂപ്പുകൾ ഇത് ട്രെക്കിംഗ് നടത്തുന്നുണ്ട്. അപ്പം അവരിതുപോലെ ഈ ട്രെക്കിംഗ് മാത്രമല്ല കേട്ടോ, ഇതുപോലത്തെ പല ട്രെക്കിങ്ങുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ നമ്പറൊക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ട്രെക്കിങ്ങൊക്കെ താല്പര്യമുള്ളവർക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് കരമനയാറ്റിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങി വീണ്ടും ഇനി ഒരു 4 കിലോമീറ്റർ നടപ്പ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ട്രെക്കിങ്ങിൻ്റെ അവസാന സ്ട്രെച്ചിലേക്ക് കടന്നു കേട്ടോ. ഇത് ഇനിയിപ്പോൾ നമുക്ക് 1 കിലോമീറ്റർ താഴെയുള്ളൂ നമ്മുടെ ബോണക്കാട് ഫോറസ്റ്റ് ഓഫീസിലേക്ക്. നമ്മൾ ബഹുദൂരം പിന്നിട്ട് കഴിഞ്ഞു. ടയേർഡായെന്ന് ചോദിച്ചാലായി. ഒടുവിൽ നമ്മൾ സ്ഥലത്ത് എത്തിച്ചേർന്നത് നമ്മുടെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ നമ്മൾ 2-3 ദിവസങ്ങൾക്ക് ശേഷം ഒരുപാട് നടന്ന് തിരിച്ചെത്തി കേട്ടോ. അപ്പോൾ നമ്മുടെ അഗസ്ത്യാർകൂടം ട്രെക്കിങ്ങും അല്ലെ ബേസ് ക്യാമ്പിലെ സ്റ്റേയും ഈ 2 ദിവസത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലിടുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് കേട്ടോ. ഒരുപാട് വൈൽഡ് ലൈഫ് ട്രെക്കിങ്, ഫാമിലി ട്രിപ്പുകൾ, ഫോറസ്റ്റ് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചാനൽ ഓൾറെഡി ഉണ്ട്. ഇനിയും അതുപോലത്തെ തന്നെ വീഡിയോസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു. ബൈ ബൈ.